ഇടുക്കി ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. ആക്രമണത്തിൽ ഡ്രൈവർ മൂവാറ്റുപുഴ സ്വദേശി സ്വപ്നേഷിന് ഗുരുതരമായി പരിക്കേറ്റു. വാഹനത്തിന്റെ ചില്ലുകളും സംഘം അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. കഴിഞ്ഞ ദിവസം യാത്രക്കാരെ മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചതിനു ശേഷം മറ്റൊരു ട്രിപ്പിനായി ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിന്റെ പാർക്കിംഗിൽ വിശ്രമിക്കുകയായിരുന്നു സ്വപ്നേഷ്. ഇതിനിടെ ഓൺലൈൻ ടാക്സി സഫാരി അനുവദിക്കില്ലെന്നാരോപിച്ച് ഒരു കൂട്ടം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ മറ്റാളുകളെയും കൂട്ടിയെത്തി തന്നെ മാരകമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് സ്വപ്നേഷ് പറയുന്നു. ആനച്ചാലിലെ സമ്മർക്കാശുള്ള പാർക്കിംഗിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ഡ്രൈവർമാരെന്ന് തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയും എൻ്റെ കാറ് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കുകയും അത് കാരണം കൊണ്ട് കേസെല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എൻ്റെ FIR ഇട്ടിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 3-4 പ്രതികളുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവറെ യാതൊരു പ്രകോപനം കൂടാതെയാണ് മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷിയും പറയുന്നു. ഏതൊരാൾ വന്നിട്ട് ഒരു ചേട്ടനോട് ആരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു ചേട്ടനോട് എനിക്ക് ഇതുവരെ പോകാറായില്ലടാന്ന് ചോദിച്ച് താടിക്കൂടെ ടേപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഒരു ബൈക്ക് വരുന്നുണ്ട്, കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട്, കുറച്ച് ടാക്സി വരുന്നുണ്ട്. ഒരു ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ 10-40 വണ്ടിക്കാണ്ടുണ്ട്. അവിടെ പാവപ്പെട്ടോട്ട് ചുമ്മാ എടുത്തിട്ടിരിക്കുക. എന്നിട്ട് ആരോടൊക്കെ എടുത്ത് കല്ലെടുത്തെറിയുന്നു, ഗ്ലാസ് പൊട്ടിപ്പോയി. അതിൻ്റെ അകത്തിട്ട് പിന്നെ ഒരു കല്ലെടുത്തിട്ട് ഇവർ ആ വണ്ടിക്ക് ചുറ്റും മൊത്തം വരിക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ ഇടി വായിക്കാൻ വയ്യാത്ത കാരണം ഞാനങ്ങോട്ട് പോയില്ല. പക്ഷേ ജസ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. മുൻപും സമാനമായ രീതിയിൽ വാഹനങ്ങൾ തടയുന്നത് സ്ഥിരം സംഭവമാണെന്നും ആനച്ചാലിൽ ഇപ്പോൾ വരാൻ പേടിയാണെന്നും ഡ്രൈവർമാർ പറയുന്നു. ഞാൻ മൂന്നാർ ഇതേമാതിരി പാക്കേജ് ഓട്ടം വന്ന സമയത്ത് മൂന്നാറിലെ ഡ്രൈവേഴ്സ് എല്ലാവരും കൂടി എൻ്റെ വണ്ടി തടഞ്ഞു വെച്ചിട്ട് ഗസ്റ്റിനും എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ച് എല്ലാം ചെയ്തിട്ടുള്ള ഒരു നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ആക്രമണത്തിൽ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു, തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. അതോടൊപ്പം സ്വപ്നേഷ് വന്ന കാറിന്റെ ചില്ലുകൾ സംഘം അടിച്ചു തകർത്തു. കല്ലുപയോഗിച്ച് വാഹനത്തിന് കേടുപാടുകളും വരുത്തി. സംഭവത്തിൽ വെള്ളത്തൂവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.